കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. സോ ഹായ് എവ്രിവൺ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ഇഗ്നോ ഫോക്കസ് 5.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആയിരിക്കും. MSW 005 എന്ന് പറയുന്ന MSWന്റെ അതേപോലെ തന്നെ MSW കൗൺസിലിംഗിനുള്ളൊരു പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ എന്താണ് ഈ പറയുന്ന ഇഗ്നോ ഫോക്കസ് 5.0 എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളെ കുറച്ചുകൂടെ സ്ട്രാറ്റജിക്കലി നിങ്ങളുടെ റിവിഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന പ്രീവിയസ് ഇയർലി ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നമ്മൾ എന്താ പറയാ, നമ്മൾ ഓരോരോ ബ്ലോക്സിനെയും അനലൈസ് ചെയ്തിട്ട് സിലബസ് മാപ്പിംഗ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സ് ബ്ലോക്സ് ഏതൊക്കെയാണ്, അതിൽ എക്സാം പാറ്റേൺസ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ എങ്ങനെ വരുന്നു എന്ന് ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ സിലബസ് മാപ്പിംഗ് ചെയ്യുന്നുണ്ട്. ബ്ലോക്സ് അതേപോലെ തന്നെ യൂണിറ്റ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, ബ്ലോക്ക് 1 ആണെന്നുണ്ടെങ്കിലും ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4 ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഫാസ്റ്റ് എക്സാമിന്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ്. ഓക്കെ, എക്സാം എങ്ങനെയാണ് വരുന്നത്, ലോങ് ആൻസർ, മിഡ് ലെങ്ത്, ഷോർട്ട് എസ്സേ, ഷോർട്ട് നോട്ട്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ആൻഡ് ഓൾസോ അതിന്റെ മാർക്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതാണ് പിന്നെ വരുന്നത്. അടുത്തതെന്ന് പറയുമ്പോൾ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ആണ്. ഓക്കെ, അതായത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നമ്മളുടെ നെക്സ്റ്റ് ആയിട്ടുള്ള ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂ വരുന്നുണ്ട്. അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ് ആണ്. അതായത് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ 2025ലേക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അതിന്റെ പ്രിഡിക്ഷൻസ് എന്തൊക്കെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ മോക്ക് പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, നിങ്ങൾക്ക് ഒരു മോഡൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ മോഡൽ ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിലും മാർക്കിംഗ് ലൈക് മാർക്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആപ്പിലേക്ക് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്ത് നമ്മൾ തരുന്നുണ്ട്. ആൻഡ് ഇതിന്റെ മെത്തഡോളജി നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ അതായത് ഒരു 4 to 5 സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ടു മോട്ടിവേറ്റ്, ഓക്കെ, നിങ്ങൾ ഓരോ ലേണേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ്, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തരിക, നിങ്ങളുടെ എക്സാമിന് വേണ്ടി റിവൈസ് ചെയ്ത് കുറച്ചുകൂടെ സ്ട്രാറ്റജിക്കലി റിവൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ് നമുക്ക് നോക്കാം. സോ നമുക്ക് ബ്ലോക്ക് വൈസ് ഏതൊക്കെ യൂണിറ്റിൽ ഏതൊക്കെ ടോപ്പിക് ആണ് ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്തിട്ടുള്ളത്, ഓക്കെ, അത് നമ്മൾക്ക് നോക്കാം. സോ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഡെഫിനേഷൻ ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് 0 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 മോഡൽസ് ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം 0 ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ദ സെൻട്രൽ തീംസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 കോമ്പിറ്റൻസീസ് റിക്വയർഡ് ഫോർ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം 3 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം 3 ടൈംസ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം അപ്രോച്ചസ് 0 ടൈംസ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 എമർജൻസ് ഓഫ് സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ ഇൻ ദ US 1 ടൈം ആണ്. അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ദ US ചോദിച്ചിട്ടില്ല. സോ യെസ്, ബ്ലോക്ക് 1 യൂണിറ്റ് 2 വോളണ്ടിയറിംഗ് ആൻഡ് സോഷ്യൽ വർക്ക് ആസ് എൻ ഓക്യുപ്പേഷൻ 0 ടൈംസ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 എലിറ്റിസ്റ്റ് മോഡൽ ടു ദ പ്രസന്റ് 0 ടൈം ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഇന്റർഡിസിപ്ലിനറി പ്രാക്ടീസ് ആൻഡ് എഡ്യൂക്കേഷൻ 0 ടൈം ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഫീൽഡ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് 1 ടൈം. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഫീൽഡ് എഡ്യൂക്കേഷൻ ഇൻ ഡെവലപ്പിംഗ് കൺട്രി 0 ടൈംസ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 പ്രോബ്ലംസ് ഇൻ കോൺസെപ്ച്വലൈസിംഗ് ഫീൽഡ് ട്രെയിനിങ് 0 ടൈംസ്. അടുത്തത് ബ്ലോക്ക് 1 നമുക്ക് യൂണിറ്റ് 3 ഇലസ്ട്രേഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഇൻ ഇന്ത്യ 0 ടൈംസ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ടോപ്പിക് ഫീൽഡ് പ്രാക്ടിക്കം ഇൻ കൺവെൻഷണൽ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റം 4 ടൈംസ്. Block 1, Unit 4, Field Practicum in Social Work Education in the Distance Model 2 times.
Block 1, Unit 4, field practicum in social work education in the distance mode at overseas. 0 times ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഫീൽഡ് വർക്ക് ത്രൂ ODL അതിന്റെ എഫക്റ്റീവ്നെസ് വരുന്നത് 0 ടൈംസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ബ്ലോക്ക് 2 വരുമ്പോൾ യൂണിറ്റ് 1 സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷൻ 0 ടൈംസ്. ബ്ലോക്ക് 2 യൂണിറ്റ് 1 ഓറിയന്റേഷൻ ടു ദ പ്രാക്ടിക്കം 0 ടൈംസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 1 ഇന്റർനാഷണൽ പ്രാക്ടിക്കംസ് ത്രൂ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് 0 ടൈം. ബ്ലോക്ക് 2 യൂണിറ്റ് 2 സ്റ്റുഡന്റ് എക്സ്പെക്ടേഷൻസ് ഓഫ് ദ ഫീൽഡ് സൂപ്പർവൈസർ 4 ടൈംസ്. Block 2 Unit 2 learning expectations while working with individuals, families and groups 2 times. Okay. Then Block 2 Unit 2 roles and expectations in the social work practicum 0 times. Block 2 Unit 3 minimum criteria for social work training institute 4 times. Block 2 Unit 3 international policies regarding accreditation and standards 1 time. Block 2 Unit 3 fieldwork standards and activities employment based practicum 0 times. Okay. അടുത്തത് ബ്ലോക്ക് 2 യൂണിറ്റ് 3 ലേണിംഗ് സ്റ്റുഡന്റ് ലേണിംഗ് എക്സ്പെക്ടേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വന്നിട്ടുള്ളത് 0 ടൈപ്സ് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 3 യൂണിവേഴ്സിറ്റി ഏജൻസി പാർട്ട്ണർഷിപ്പ് ദ കോൺട്രാക്ച്വൽ അഗ്രിമെന്റ് വന്നിട്ടുള്ളത് 0 ടൈംസ് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫോർ സോഷ്യൽ വർക്കേഴ്സ് 4 ടൈംസ്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 പ്രിൻസിപ്പിൾസ് ഫോർ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് 2 ടൈംസ്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഗൈഡ് ലൈൻസ് ഫോർ ഏജൻസി പ്രാക്ടീസ് 1 ടൈം. ആൻഡ് ബ്ലോക്ക് 3 വരുമ്പോൾ യൂണിറ്റ് 1 എടുത്താൽ ഡെവലപ്മെന്റൽ ആൻഡ് ടാസ്ക് മോഡൽ ഓഫ് സൂപ്പർവിഷൻ 1 ടൈം. ബ്ലോക്ക് 3 യൂണിറ്റ് 1 ഡെഫിനിഷൻ ആൻഡ് ജനറൽ ഫംഗ്ഷൻസ് ഓഫ് സൂപ്പർവിഷൻ 0 ടൈംസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 1 മോഡ്സ് ഓഫ് സൂപ്പർവിഷൻ 0 ടൈംസ് ആണ്. പിന്നീട് ബ്ലോക്ക് 3 യൂണിറ്റ് 1 കൾച്ചറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോണ്ടെക്സ്റ്റ് ഓഫ് സൂപ്പർവിഷൻ 0 ടൈംസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 2 അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് സൂപ്പർവിഷൻ 1 ടൈം. ബ്ലോക്ക് 3 യൂണിറ്റ് 2 orientation to field work supervision roles and expectations 0 times. Block 3 Unit 2 supervisory relationship styles of supervision 0 times. Block 3 Unit 2 dealing with conflict in supervision 0 times. Block 3 Unit 3 impact of stress on professional functioning 3 times. Block 3 Unit 3 common stressors leading to burnout and compassion fatigue 2 times. അടുത്തത് ബ്ലോക്ക് 3 യൂണിറ്റ് 3 യൂസിംഗ് സൂപ്പർവിഷൻ ടു ഡീൽ വിത്ത് സ്ട്രെസ് മെയിൻറ്റെയിനിങ് പ്രൊഫഷണൽ ബൗണ്ടറീസ് 0 ടൈംസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 3 ഡീലിംഗ് വിത്ത് കോൺഫ്ലിക്റ്റ് ഇൻ സൂപ്പർവിഷൻ 0 ടൈംസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 4 functions of the supervisor educational administrative helping 4 times. Block 3 Unit 4 supervision in the ODL mode by faculty and or professional social worker at the placement 2 times. Block 3 Unit 4 qualities of a supervisor 1 time ആണ്. Block 3 Unit 4 roles of the supervisor 0 time. Block 3 Unit 4 supervising field practicum some important issues 0 time. Block 4 Unit 1 field work practicum with individuals 6 times. Block 4 Unit 1 fieldwork practice with communities 3 times. Block 4 Unit 1 fieldwork practice with families 2 times. Block 4 Unit 2 roles and responsibilities of social workers in healthcare settings 4 times ആണ്. ഇനിയിപ്പോൾ ബ്ലോക്ക് 4 യൂണിറ്റ് 2 എടുക്കുമ്പോൾ ഏരിയാസ് ഫോർ പ്രാക്ടീസ് ഇൻ ഹെൽത്ത് കെയർ സോഷ്യൽ വർക്ക് 2 തവണയാണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 2 സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഇൻ ഹെൽത്ത് കെയർ സെറ്റിംഗ് 1 ടൈം. ബ്ലോക്ക് 4 യൂണിറ്റ് 2 social work practice in child care setting 1 time. Block 4 Unit 3 school social work implications and possibilities 11 times. Okay, അപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും നന്നായിട്ട് പഠിക്കുക. പിന്നീട് ബ്ലോക്ക് 4 വരുമ്പോൾ യൂണിറ്റ് 3 അത് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ 2 ടൈംസ്. ബ്ലോക്ക് 4 യൂണിറ്റ് 3 യൂണിവേഴ്സിറ്റി കോളേജ് സ്റ്റുഡൻസ് ആൻഡ് യൂത്ത് ഗ്രൂപ്പ് 0 ടൈംസ് ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 3 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഇൻ റിസർച്ച് സെറ്റിംഗ് 0 ടൈം. Block 4 Unit 4 correctional social work 3 times. Block 4 Unit 4 history of prison in India 1 time. അടുത്തത് ബ്ലോക്ക് 4 യൂണിറ്റ് 4 ഡെഫിനിഷൻസ് ആൻഡ് ഫിലോസഫി 0 ടൈം. ബ്ലോക്ക് 4 യൂണിറ്റ് 4 കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ 0 ടൈം. ബ്ലോക്ക് 4 യൂണിറ്റ് 4 റോൾ ഓഫ് NGOs 0 ടൈംസ്. Block 4 Unit 5 social work practicum in the corporate sector 2 times. Block 4 Unit 5 corporate social responsibility in India 1 time. Block 4 Unit 5 fieldwork in NGOs 1 time. Block 4 Unit 5 fieldwork in donor agencies 0 times. അത്രയൊക്കെയാണ് വരുന്നത്. നമുക്കൊരു ബാർ ചാർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് നോക്കാം ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നമുക്കിത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബ്ലോക്ക് 4 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2 ഈക്വൽ ആണ്. ബ്ലോക്ക് 3 നിന്നാണ് ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എന്താ പറയാ നോക്കുന്ന സമയത്ത് ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെയുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഡേറ്റ കിട്ടുന്നത്. അടുത്തത് ഒരു ഹീറ്റ് മാപ്പ് സമ്മറി ആണ് ബ്ലോക്ക് ഇൻടു യൂണിറ്റ്. ഇതൊക്കെ 2021 ഡിസംബർ തൊട്ട് 2025 ജൂൺ വരെയുള്ള ഡേറ്റ അനുസരിച്ചിട്ടാണ്. ബ്ലോക്ക് വൈസ് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്,
നമ്മളിവിടെ ബ്ലോക്ക് ആണ് y ആക്സിസിലും യൂണിറ്റ് ആണ് x ആക്സിസിലും. ഓക്കെ. ആൻഡ് ഓൾസോ ഹയർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഡാർക്ക് ഷെയ്ഡിങ് ആയിരിക്കും ഹയർ ഫ്രീക്വൻസി, അതായത് ഒരു ബ്രൈറ്റ് കളർ ആയിരിക്കും ഹയർ ഫ്രീക്വൻസിയിൽ വരുന്നത്. യെല്ലോ കളറിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഗ്രീൻ ആണ് അതിന്റെ താഴെ വരുന്നത്. ഓക്കെ. ഇപ്പം ബ്ലോക്ക് 4 നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള യൂണിറ്റ് 3 ആണ്. അതേസമയം നമ്മളിപ്പോൾ ബ്ലോക്ക് 4 യൂണിറ്റ് 1 നിന്ന് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 3 എടുത്താൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4 ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 എടുത്താൽ യൂണിറ്റ് 4 ആണ് ഏറ്റവും കൂടുതൽ. പിന്നെ യൂണിറ്റ് 2 യൂണിറ്റ് 3 ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1 എടുത്താൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് 1 ആണ്. പിന്നെ യൂണിറ്റ് 4 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ യൂണിറ്റ്സിനും കുറവാണ്. അല്ല ചിലപ്പോൾ 0 ടൈംസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ടോപ്പ് 3 ആയിട്ടുള്ള ഹൈ yield ടോപ്പിക്സ്, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ലൈക് ടോപ്പ് 3 ഹൈ yield ടോപ്പിക്സ് ആണ്. സ്കൂൾ സോഷ്യൽ വർക്ക് ഇംപ്ലിക്കേഷൻസ് ആൻഡ് പോസിബിലിറ്റീസ് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. 11 തവണ ചോദിച്ചിട്ടുണ്ട്. 150 വേർഡ്സ് ആയിട്ടും ലോങ് ആൻസേഴ്സ് ആയിട്ടും ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫീൽഡ് വർക്ക് പ്രാക്ടീസ് വിത്ത് ഇൻഡിവിജ്വൽസ് സ്റ്റഡി മീഡിയം ഹാൻഡ് പ്രസൻസ് ആണ് 6 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് എസ് എ ആയിട്ടും ആപ്ലിക്കേഷൻ ഓറിയന്റഡ് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടും വന്നിട്ടുണ്ട്. പിന്നെ സെൻട്രൽ ടീംസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്ക 4 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എസ് എ ചോയ്സ് ആയിട്ടും ഒക്കെ എന്ത് ചെയ്യാം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഓട്ടോമാറ്റിക് നമുക്കിപ്പോ എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കാം. ഓക്കെ. ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി ആണ് 2021 തൊട്ട് ജൂൺ 2025 വരെ. ഓക്കെ. ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെയുള്ള എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പാറ്റേൺ, ഓക്കെ, ഒരു കോൺസ്റ്റന്റ് സ്റ്റഡി പാറ്റേൺ എന്താണെന്നാണ്. ലോങ് എസ്സേസ് 20 മാർക്കിന് ക്വസ്റ്റ്യൻ 1 ആൻഡ് ക്വസ്റ്റ്യൻ 2 ആയിട്ട് ഓർ ഒരു മോഡിലാണ് വരുന്നത്. ക്വസ്റ്റ്യൻ 1-ൽ എ ഒ ബി കാണും, ക്വസ്റ്റ്യൻ 2-ൽ എ ഒ ബി കാണും. അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതിയാകും. പിന്നെ മിഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു 300 വേർഡ്സിന്റെ 10 മാർക്ക് വെച്ചിട്ടാണ്. സെക്ഷൻ ടോട്ടൽ 10 വെച്ച് കാണും. 10x2 ആയിരിക്കും. 2 ക്വസ്റ്റ്യൻസ് ആണ് 10 മാർക്കിന്റെ. ക്വസ്റ്റ്യൻ 3 ആയിട്ടായിരിക്കും. ദെൻ ഷോർട്ട് ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4 ആയിട്ട് 5 മാർക്സ് വെച്ചിട്ടായിരിക്കും. ഏതെങ്കിലും 6 തരും നിങ്ങൾക്ക് ഓപ്ഷൻ. അതിൽ 4 ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഷോർട്ട് നോട്ട് 100 വേർഡ്സിൽ 4 മാർക്കാണ് വരുന്നത്. റൈറ്റ് ഇനി 5 ഓഫ് 8 എണ്ണത്തിൽ 5 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. അതിലെ ടോട്ടൽ മാർക്സ് വരുന്നത് 20 ആണ്. ഓക്കെ. അപ്പൊ 20 into 5 എന്നുള്ള രീതിയിലാണ് 100 മാർക്ക് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ലോങ്സ്റ്റ് 20 മാർക്കാണ്. ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു 600 വേർഡ്സ് എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. കോർ കോൺസെപ്റ്റുകളുടെ ആപ്ലിക്കേഷൻസ്, മോഡൽസ്, ഫംഗ്ഷൻസ്, റോൾസ്, ഇതൊക്കെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഡെഫിനിഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർഗ്യുമെന്റ്സും സബ് ഹെഡിങ്സും അതേപോലെ പ്രാക്ടീസ് ലിങ്ക് ഇലസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി നോക്കാം. ക്വസ്റ്റ്യൻ 1 ആൻഡ് ക്വസ്റ്റ്യൻ 2-ലായിരിക്കും ഇത് അപ്പിയർ ചെയ്യുന്നത്. പിന്നെ ഒരു മിഡ് ലെങ്ത് ആൻസർ എന്ന് പറയുമ്പോൾ 10 മാർക്കിനായിരിക്കും 300 വേർഡ്സിനാണ്. നമുക്ക് തീം എന്താണ് തന്നിട്ടുള്ളത് അതിനെ ഫോക്കസ് ചെയ്തത് കൊണ്ട് നമ്മൾ അതിനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ കൺസൈസ് മിനി എസ് എ ആണ്. ഡെഫിനേഷൻസ് അതുപോലെ 2-3 കീ പോയിന്റ്സ് വിത്ത് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഒരു കൺക്ലൂഡിംഗ് ലൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അടുത്ത ഷോർട്ട് ആൻസർ വരുമ്പോൾ 5 മാർക്കിന് 150 വേർഡ്സ് ആണ്. ഷോർട്ട് ആൻസർ ആണ്. വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഡെഫിനേഷൻസും എക്സാംസും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഒരു 3 to 4 ബുള്ളറ്റ് പോയിന്റ്സും ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ. 6 എണ്ണത്തിൽ 4 എണ്ണമായിരിക്കും ഷോർട്ട് ആൻസറിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി വരുന്നത്. പിന്നെ ഷോർട്ട് നോട്ട് വരുന്നത് 4 മാർക്കിനായിരിക്കും. 100 വേർഡ്സ് ആണ്. വളരെ ഷോർട്ട് ആയിട്ടുള്ള പറഞ്ഞ പോലെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ചോദിച്ചിരിക്കുന്നതിന് മാത്രമുള്ള ഡെഫിനേഷൻസും കാര്യങ്ങളും കൊടുക്കുക. 2 to 3 ബുള്ളറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. 8 എണ്ണത്തിൽ 5 എണ്ണമായിരിക്കും ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനിയിപ്പം നമ്മൾ നേരത്തെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏത് ബ്ലോക്കിൽ നിന്നാണ് ചെക്ക് ചെയ്തു. ഇനിയിപ്പോ നോക്കാൻ വേണ്ടി പോകുന്നത് ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത്. സോ ബ്ലോക്ക് 1 to ബ്ലോക്ക് 4 എടുക്കുമ്പോൾ ബ്ലോക്ക് 4-ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത് ലാസ്റ്റ് 5 സെഷൻസ് എടുത്താൽ. പിന്നെ ബ്ലോക്ക് 2 ആണ് സെക്കൻഡ് പൊസിഷൻ. പിന്നെ ബ്ലോക്ക് 1 അത് കഴിഞ്ഞിട്ടാണ് ബ്ലോക്ക് 3 വരുന്നത്. ഓക്കെ. ഇനിയിപ്പോ ഇതൊരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ഫിഗർ ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു എസ്സേസും മിഡ് ലെങ്ത് ആൻസറും ഷോർട്ട് ആൻസറും ഒക്കെ ഷോർട്ട് നോട്ടും ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെയുള്ള എക്സാം പാറ്റേൺ നോക്കിയാൽ നമുക്കൊരു സ്റ്റഡി പാറ്റേൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സ്റ്റഡിനെസ് കാണിക്കുന്ന ഒരു ഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെ ഈ പറയുന്ന ലോങ് എസ്സേസും മിഡ് ലെങ്ത് ആൻസറും ഷോർട്ട് നോട്ടും തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ. ഈ പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കിയാൽ സ്റ്റേബിൾ പേപ്പർ ആണ്. 2x20 പ്ലസ് 2x10 പ്ലസ് 4x5 പ്ലസ് 5x4. ഓക്കെ. 20 മാർക്കിന്റെ 2 എണ്ണം, 10 മാർക്കിന്റെ 2 എണ്ണം, 5 മാർക്കിന്റെ 4, 4 മാർക്കിന്റെ 5. ഓക്കെ. ആ ഒരു രീതിയിലായിരിക്കും സ്റ്റേബിൾ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. പിന്നെ നമ്മൾ ബ്ലോക്ക് 4-ൽ നിന്ന് കുറച്ചുകൂടി ഡോമിനേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നതായിട്ടും ഇവിടെ പറയുന്നുണ്ട് 2024-ലൊക്കെ എടുക്കുമ്പോൾ.
ദെൻ 2025 ജൂൺ എടുക്കുമ്പോഴത്തേക്കും ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 1 കുറച്ചുകൂടെ ലൈക് ഷെയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അതായത് ഈക്വൽ ആയിട്ട് രണ്ടിടത്തുനിന്നും വന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള ടിപ്പാണ് ഓരോ അതായത് ഒരു മാർക്കിന് ഒരു 1.7 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നത് പോലെ വേണം നിങ്ങൾ 3 മണിക്കൂറിന്റെ 100 മാർക്ക് പേപ്പറിന്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റിവ്യൂ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് റീഡ് ചെയ്യുക 10 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ തോന്നുന്ന ആൻസർ വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പം എസ്സേസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എസ്സേക്ക് ഒരു 34 മിനിറ്റ് വെച്ചിട്ട് കൊടുക്കുക. അതുപോലെ മിഡ് ലെങ്ത് ആൻസർ ആണെന്നുണ്ടെങ്കിൽ 17 മിനിറ്റ് വെച്ചിട്ട് കൊടുക്കുക ഒരെണ്ണത്തിന്. ദെൻ ഷോർട്ട് ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റിന് ഒരു 8 to 9 മിനിറ്റ് വെച്ച് കൊടുക്കുക. ഷോർട്ട് നോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ 6 to 7 കൊടുക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഈ പറയുന്ന 3 മണിക്കൂറിനുള്ളിൽ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ലാസ്റ്റ് ഫൈനൽ ഒരു 8 to 10 മിനിറ്റ്സ് നമ്പറിംഗ് കറക്റ്റ് ആണോ, നിങ്ങൾ എന്തെങ്കിലും സൈറ്റ് ചെയ്ത് കറക്റ്റ് ആണോ, നല്ല രീതിയിൽ ആൻസർ എഴുതിയിട്ടുണ്ടോ, എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഒരു 8 to 10 മിനിറ്റ്സ് മാറ്റി വെക്കണം. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പിജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ഇപ്പൊ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ്. ടോപ്പ് ആയിട്ടുള്ള 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഹൈലൈറ്റ് സെൻട്രൽ തീംസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം 4 ടൈംസ് വന്നിട്ടുണ്ട്. മെൻഷൻ ദ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. റോൾ പ്ലേ ഷോർട്ട് നോട്ട് 4 ടൈംസ്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ എഡ്യൂക്കേഷണൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഹെൽപ്പിംഗ് ഫംഗ്ഷൻസ് ഓഫ് ദ സൂപ്പർവൈസർ 3 ടൈംസ് ആണ്. എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഇൻ NGOs 3 ടൈംസ് ആണ്. ഡിസ്ക്രൈബ് ദ ഇമ്പാക്ട് ഓഫ് സ്ട്രെസ് ഓൺ പ്രൊഫഷണൽ ഫംഗ്ഷനിങ് 3 ടൈംസ് ആണ്. വാട്ട് ക്വാളിറ്റീസ് ആർ നെസസറി ടു ഹെൽപ്പ് സൂപ്പർവൈസേഴ്സ് ബിക്കം എഫക്റ്റീവ് ഫീൽഡ് ഇൻസ്ട്രക്ടേഴ്സ് 3 തവണ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് കറക്ഷണൽ സോഷ്യൽ വർക്ക് 3 തവണ ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ ഡെവലപ്മെന്റ് ഷോർട്ട് നോട്ട് ആയിട്ട് 3 തവണ വന്നിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് ബേസ്ഡ് പ്രാക്ടിക്കം ഷോർട്ട് നോട്ട് ആയിട്ട് 3 തവണ വന്നിട്ടുണ്ട്. സോ ഇതാണ് ടോപ്പ് 10 ആയിട്ടുള്ള റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് ഏത് ബ്ലോക്കിൽ ഏത് യൂണിറ്റ് ആണെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഹൈലൈറ്റ് സെൻട്രൽ തീംസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്. 4 ടൈം അപ്പിയർ ചെയ്തിട്ടുണ്ട്. അവറേജ് മാർക്ക് 17.5 മാർക്ക് വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, റിപ്പീറ്റഡ് ആയിട്ട്, അതായത് മൊത്തം. അടുത്തത് മെൻഷൻ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്നാണ്. 4 ടൈംസ് വന്നിട്ടുണ്ട്. 6 ആണ് ആവറേജ് മാർക്ക്. റോൾ പ്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അത് 4 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. 4 ആണ് ആവറേജ് മാർക്ക്. Explain the educational and administrative and helping functions of the supervisor. Block 3 Unit 4 3 times വന്നിട്ടുണ്ട്. 16.7 ആണ് ആവറേജ് മാർക്ക്. Explain the scope of social work practicum in NGOs 3 times ആണ് വന്നിട്ടുള്ളത്. 10 ആണ് ആവറേജ് മാർക്ക്. Describe the impact of stress on professional functioning. Block 3 Unit 3 times വന്നിട്ടുണ്ട്. 8.3 ആണ് ആവറേജ് മാർക്ക്. ഓക്കെ, what qualities are necessary to help supervisors become effective field instructors 3 times ചോദിച്ചിട്ടുണ്ട്. 5 ആണ് മാർക്ക് ആവറേജ്. what is correctional social work 3 times ചോദിച്ചിട്ടുണ്ട്. 4.7 ആണ് ആവറേജ് മാർക്ക്. social development 3 times ചോദിച്ചിട്ടുണ്ട്. 4 ആണ് ആവറേജ് മാർക്ക്. employment based practicum block 2 unit 3 times ചോദിച്ചിട്ടുണ്ട്. 4 ആണ് ആവറേജ് മാർക്ക്. ഓക്കെ, ഇത് ഒരു വിഷ്വലൈസേഷൻ ആണ്. ഓരോ 1 to 10 ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എന്താ പറയാ 100%-ൽ ഒരു ചെറിയൊരു പെർസെന്റേജ്, ഒരു 20, ഒരു 19 പോയിന്റ് അങ്ങനെ ഒരു പെർസെന്റേജ് ആണ് വരുന്നത്. ബാക്കി 81.2% ബാക്കി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫ്രം 2021 to June 2025. ഓക്കെ, ഡിസംബർ 2021 തൊട്ട് ജൂൺ 2025 വരെ നമുക്ക് നോക്കുമ്പോ ഈ നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ പഠിക്കാം, ഈ റിപ്പീറ്റ്സ് അങ്ങനെ പഠിക്കാൻ ചോദിച്ചാൽ നമുക്ക് ഓരോ 10 ഐറ്റംസും എടുക്കുക, അതിനെ ജസ്റ്റ് ഒന്ന് ആൻസറും കാര്യങ്ങളൊക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുക, എന്നിട്ട് ഒരു 12 to 15 മിനിറ്റ് എസ്സേ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്പെൻഡ് ചെയ്ത് എഴുതാൻ വേണ്ടി നോക്കുക. 5 മാർക്കിന്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 to 8 മിനിറ്റ്, 4 മാർക്കിന്റെ ആണെന്നുണ്ടെങ്കിൽ 4 to 5 മിനിറ്റ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും പ്രാക്ടീസ് ചെയ്യുക. ടൈം ബേസ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കണം.
പിന്നെ നമുക്ക് ആൻസേഴ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് പ്രീ ക്രാഫ്റ്റ് ചെയ്യാം. ഡെഫിനിഷൻസ് ഇത്ര പോയിന്റ്സ് വേണം, കീ പോയിന്റ്സ്, ബ്രീഫ് എക്സാമ്പിൾസ്, ദെൻ 1 to ലൈനിൽ ഒരു കൺക്ലൂഷൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ടെംപ്ലേറ്റ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഒരു കോൺസെപ്റ്റ് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ഐറ്റംസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ലെങ്ത്തിൽ ആൻസർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, സോ അതാണ് വരുന്നത്. ദെൻ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ് നിങ്ങൾക്ക് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അതായത് 2025 ഡിസംബറിലേക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ലൈക്ക് ടോപ്പിക്സ്, അതിന്റെ പ്രോബിലിറ്റി, കാറ്റഗറി ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ലോ ആണ്, കാറ്റഗറി പ്രോബിലിറ്റി 0 ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 മോഡൽസ് ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം പ്രോബിലിറ്റി 0 ആണ്, ഇതൊരു കാറ്റഗറി ലോ ആണ്. Block 1 Unit 1 the central themes in social work practicum probability 50 and medium category. Block 1 Unit 1 ethical and legal issues in social work practicum probability 50 medium category. Block 1 Unit 1 competencies required for social work practicum probability 37.5 and category low ആണ്. നമ്മളിപ്പോ ഈ മീഡിയം പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പൊ 8 പേപ്പേഴ്സ് ലാസ്റ്റിൽ എടുത്താൽ അതിൽ 4 ടൈംസും ഈ ക്വസ്റ്റ്യൻസ് ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, then block 1 unit 1 social work practicum approaches low ആണ് category വരുന്നത്. block 1 unit 2 emergence of social work as a profession in the US probability is 12.5 ആണ്, low category ആണ്. block 1 unit 2 history of social work practice in the US 0 ആണ്, probability category low. block 1 unit 2 volunteering and social work as an occupation 0 ആണ്, probability low ആണ്, category. block 1 unit 2 elitist model to the present 0 ആണ്, probability low category. block 1 unit 2 interdisciplinary practice and education 0 ആണ് വരുന്നത്, probability low ആണ്, category. block 1 unit 3 global standards for field education and training 12.5 ആണ്, probability വരുന്നത്, category വരുന്നത് low ആണ്. block 1 unit 3 field education in a developing country 12.5 ആണ്, probability low ആണ്, category. അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 പ്രോബ്ലംസ് ഇൻ കോൺസെപ്റ്റുലൈസിംഗ് ഫീൽഡ് ട്രെയിനിങ് 0 ആണ്, പ്രോബിലിറ്റി വരുന്നത്, ലോ ആണ്, കാറ്റഗറി. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഇലസ്ട്രേഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഇൻ ഇന്ത്യ 0 പ്രോബിലിറ്റി ആണ്, ലോ കാറ്റഗറി ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഫീൽഡ് പ്രാക്ടിക്കം ഇൻ കൺവെൻഷണൽ ആൻഡ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സിസ്റ്റം 0 ആണ് വരുന്നത്, പ്രോബിലിറ്റി ലോ ആണ്, കാറ്റഗറി. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഫീൽഡ് പ്രാക്ടിക്കം ഇൻ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഇൻ ദി ഡിസ്റ്റൻസ് മോഡ് അത് 0 ആൻഡ് ലോ കാറ്റഗറി. block 1 unit 4 field practicum in social work education in the distance mode IGNOU model 0 ആണ്, low category. പിന്നെ താഴേക്ക് വരുന്നത് എല്ലാം തന്നെ ലോ ആണ്. ഓക്കെ, ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഫീൽഡ് വർക്ക് ത്രൂ ODL the effectiveness. block 2 യൂണിറ്റ് 1 social work as a profession. block 2 യൂണിറ്റ് 1 orientation to the practicum. block 2 യൂണിറ്റ് 1 international practicums through student exchanges, അതൊക്കെ ലോ തന്നെയാണ്, ഇനിയും വരുന്നത് ലോ തന്നെയാണ്. block 2 unit 2 learning expectations while working with individuals, families and groups 25 ആണ്. block 2 unit 2 students expectations of the fieldwork supervisor 12.5 low. block 2 unit 2 roles and expectations in the social work practicum 0 and low. അതേപോലെ തന്നെ block 2 യൂണിറ്റ് 3 മിനിമം ക്രൈറ്റീരിയ ഫോർ സോഷ്യൽ വർക്ക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് 50 ആണ്, പ്രോബിലിറ്റി മീഡിയം കാറ്റഗറി ആണ്, അപ്പിയർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് 8 പേപ്പേഴ്സിലും 4 തവണ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 3 ഫീൽഡ് വർക്ക് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ആക്ടിവിറ്റീസ് എംപ്ലോയ്മെന്റ് ബേസ്ഡ് പ്രാക്ടിക്കൽ 50 മീഡിയം ടൈപ്പ് ആണ്, അപ്പിയർഡ് ഇൻ 4 ഓഫ് ലാസ്റ്റ് 8 പേപ്പേഴ്സ്. താഴെ കൊടുത്തിരിക്കുന്ന ബ്ലോക്ക് 2 യൂണിറ്റ് 3 അതിലെ ടോപ്പിക്കുകൾ, അതായത് ഇന്റർനാഷണൽ പോളിസീസ് റിഗാർഡിംഗ് അക്രഡിറ്റേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് 12.5 പ്രോബിലിറ്റി ആൻഡ് സ്റ്റുഡന്റ് ലേണിംഗ് എക്സ്പെക്ടേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് 0 ആണ്, പ്രോബിലിറ്റി ലോ കാറ്റഗറി ആണ്. Again, block 2 unit 3 university agency partnership the contractual agreement 0 and low ആണ്, category. block 2 unit 4 communication skills for social workers 75 high, upgrading 4 of last 8 papers. block 2 unit 4 guidelines for agency practice 25 and low category. block 2 unit 4 principles of social work practice 0 and low category. block 3 unit 1 definition and general functions of supervision. Then unit 1 developmental and task models of supervision. unit 1 modes of supervision. unit 1 cultural and administrative context of supervision 0 തന്നെയാണ്, ലോ ആണ്, കാറ്റഗറി. പിന്നെ ബ്ലോക്ക് 3 കൊടുത്തിരിക്കുന്ന എല്ലാ യൂണിറ്റുകളും തന്നെ ലോ കാറ്റഗറി ആണ്. ഓറിയന്റേഷൻ ടു ഫീൽഡ് വർക്ക് സൂപ്പർവിഷൻ, റോൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്, ദ സൂപ്പർവൈസ്ഡ് റിലേഷൻഷിപ്പ് സ്റ്റൈൽസ് ഓഫ് സൂപ്പർവിഷൻ, അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് സൂപ്പർവിഷൻ, ഡീലിംഗ് വിത്ത് കോൺഫ്ലിക്ട് ഇൻ സൂപ്പർവിഷൻ, ഇതെല്ലാം തന്നെ. അടുത്തത് ബ്ലോക്ക് 3 യൂണിറ്റ് 3 വരുമ്പോൾ അതിലെ ടോപ്പിക്സ് എല്ലാം തന്നെ ലോ കാറ്റഗറി ആണ്. ഇമ്പാക്ട് ഓഫ് സ്ട്രെസ് ഓൺ പ്രൊഫഷണൽ ഫംഗ്ഷനിൽ 37.5 വരുന്നുണ്ട് പ്രോബിലിറ്റി.
common stresses leading to burnout and compassion fatigue, 25. Then using supervision to deal with stress, maintaining professional boundaries, 0. Dealing with conflict in the supervision, 0 time, low. Then block 3, unit 4, functions of the supervisor, educational administrative helping, 50, medium, appeared in 4 of last 8 paper. Block 3, unit 4, qualities of a supervisor, 37.5, low. Block 3, unit 4, supervision in the ODL mode by faculty and or professional and social worker at the placement, 0, low category. Block 3, unit 4, roles of the supervisor, 0 probability, low category. Block 3, unit 4, supervising field practicum, some important issues, 0, low category. Block 4, unit 1, fieldwork practice with individuals, 0 times, low category. Block 4, unit 1, fieldwork practice with families, 0 and low category. Block 4, unit 1, fieldwork practice with communities, 0 and low category. Block 4, unit 2, roles and responsibilities of social workers in healthcare settings, 37.5% low category. Okay. Then block 4, unit 2, social work practice in a healthcare settings, 25 and low category. Block 4, unit 2, social work practice in childcare settings, 25% low category. Block 4, unit 2, areas for practice in healthcare social work, 12.5 and low category. Block 4, unit 3, school social work implications and possibilities, 12.5 low category. Okay. Block 4, unit 3 le 3 topic social practicum in the education sector, university college students and youth group, social work practicum in research settings, both are 0, then low category. Block 4, unit 4, history of prison in India, 12.5 and low category. Okay. അടുത്തത് ബ്ലോക്ക് 4 യൂണിറ്റ് 4 4 ടോപ്പിക്സ്, ഡെഫിനിഷൻസ് ആൻഡ് ഫിലോസഫി, കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ, കറക്ഷണൽ സോഷ്യൽ വർക്ക്, റോൾ ഓഫ് എൻജിഒസ് എല്ലാം 0 ആണ്, ലോ കാറ്റഗറി ആണ്. അടുത്തത് ബ്ലോക്ക് 4 യൂണിറ്റ് 5 ഫീൽഡ് വർക്ക് ഇൻ ഡോണർ ഏജൻസി, 37.5 പ്രോബിലിറ്റി, ലോ കാറ്റഗറി. യൂണിറ്റ് 5 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം ഇൻ ദ കോർപ്പറേറ്റ് സെക്ടർ, 25% ലോ കാറ്റഗറി. Corporate social responsibility in India, 12.5, again low category. Field work in NGO, 0 and again low category. Okay. So, നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഹൈ കാറ്റഗറിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഫോർ സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് മീഡിയം 50% എന്ന് പറയുമ്പോൾ central themes in social work practicum, ethical and legal issues in social work practicum, minimum criteria for social work training institute, fieldwork standards and activities, employment based practicum, functions of the supervisor, educational, administrative helping. Okay. ഇത്രയാണ് വന്നിട്ടുള്ളത്. അടുത്തത് ഇത് എന്തുകൊണ്ട് നമ്മൾക്ക് ഹൈ മീഡിയം എന്ന് കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫോർ സോഷ്യൽ വർക്കേഴ്സ് അപ്പിയർഡ് ഇൻ 4 of last 8 പേപ്പേഴ്സ്, അതുകൊണ്ടാണ്. ഇത് സെൻട്രൽ തീംസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ 4/8 പേപ്പേഴ്സ് ആണ്. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ 4/8 പേപ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ദെൻ മിനിമം ക്രൈറ്റീരിയ ഫോർ സോഷ്യൽ വർക്ക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് 8 പേപ്പറിൽ 4 എണ്ണത്തിലും വന്നിട്ടുണ്ട്. ഫീൽഡ് വർക്ക് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ആക്ടിവിറ്റീസ് എംപ്ലോയ്മെന്റ് ബേസ്ഡ് പ്രാക്ടിക്കൽ 4/8 പേപ്പേഴ്സ് ആണ്. ഫങ്ഷൻസ് ഓഫ് ദ സൂപ്പർവൈസർ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെൽപ്പിംഗ് 4/8 പേപ്പേഴ്സ് ആണ്. ഇനിയിപ്പോ ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം ജസ്റ്റ് ഒരു ടീച്ച് ബാക്ക് മെത്തേഡ്, നമ്മൾ ഒരാളെ പഠിപ്പിക്കുന്ന പോലെ ഒന്ന് മിനി ലെക്ചേഴ്സ് ഒക്കെ എടുത്തിട്ട് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് നിങ്ങൾ ഓരോരോ ഡെഫിനേഷൻസ് ഒരു 90 സെക്കൻഡ് ഓഡിയോ റെക്കോർഡ് ചെയ്യുക. then ഒരു 3 to 4 ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഫ്ലാഷ് കാർഡ്സ് ബിൽഡ് ചെയ്യുക, സോ നിങ്ങളുടെ മെമ്മറി പവർ കൂടും. ആൻഡ് മീഡിയം പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾട്ടർനേറ്റീവ് 300, 150 വേർഡ്സ് ഒക്കെ ഉള്ള ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, സെയിം ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു പോയിന്റ് വൈസ് ആയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ. ലോ പ്രയോറിറ്റി ഒരിക്കലും വിട്ട് കളയല്ല, ജസ്റ്റ് അത് ഗോ ത്രൂ ചെയ്യണം. ബിക്കോസ് ഒരു നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കുക. അടുത്ത നമുക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. MSW 005ന്റെ മാക്സിമം മാർക്ക് വരുന്നത് 100 ആണ്. 3 മണിക്കൂറാണ് എക്സാം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെയാണ്. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ A or B ആയിരിക്കും, 20 മാർക്ക്. MSW 5ലെ ബ്ലോക്ക് 1 യൂണിറ്റിന്ന് critically examine the central thematic pillars of social work practicum and show how these guide learning objectives, supervision, touch points and evaluation during placements in India. Or 5ലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 4ലെ propose a context appropriate set of agency practice guidelines for MSW placements in ODL environment, justifying each guideline in terms of client safety, student learning and organizational accountability. Then 20 mark in the next category A or B, MSW 5 block 3 unit 4 le
analyze educational, administrative, and helping functions of the supervisor, and design a weekly supervision plan that integrate these functions with field tasks 20 mark. അല്ലെങ്കിൽ ബ്ലോക്ക് 4 യൂണിറ്റ് 1 ഡിസൈൻ എ ഫീൽഡ് വർക്ക് പ്ലാൻ ഫോർ വർക്കിംഗ് വിത്ത് ഫാമിലീസ് urban or rural, goals, engagement methods, recording, supervision, checkpoints and evaluation indicators. അടുത്തത് തേർഡ് കാറ്റഗറി ആൻസർ ഇനി 2 ആണ്. 300 വേർഡ്സിൽ 10 into 20 മാർക്ക്. So MSW 005 Block 1 Unit 1 Map the ethical and legal safeguards essential to field practice. Illustrate with 2 plausible practical dilemmas and your resolution steps. Then MSW 5 Block 2 Unit 3 Appraise the minimum criteria for social work training institute and explain how each criterion impact field learning quality. Then MSW 5 you Block 2 Unit 4 Explain core communication micro skills, example attending, probing, summarizing with brief practical examples. Then option D, block 3, unit 3, examine how stress and compassion fatigue affect professional functioning and outline supportive supervision responses. അടുത്തത് നാലാമത്തത് ബ്ലോക്ക് 3 യൂണിറ്റ് 2 ക്വസ്റ്റ്യൻ ലൈക്ക് ഇത് 150 വേർഡ്സിലാണ് എഴുതേണ്ടത്, ഏതെങ്കിലും 4 എഴുതേണ്ടത്. So first one, distinguish among directive, supportive and reflective styles of supervision with one placement examples each. Okay. Then block 2 unit 3 outline the essentials of a university agency contractual agreement. Then block 4 unit 2 list key areas for social work practice in healthcare settings and indicate one role under each. Then block 2 unit 1 state the objectives and core content of fieldwork orientation. Block 1 unit 3 summarize 2 global standards for field education and comment on their applicability in India. Block 4 unit 3 explain the roles of MSW trainees in research placement across proposal, data collection and dissemination. അടുത്തത് ലാസ്റ്റ് കാറ്റഗറി ആണ്. നമുക്ക് 8 തരും, അതിൽ 5 ചൂസ് ചെയ്യുക. ലൈക്ക് 100 വേർഡ്സിനാണ്, ഷോർട്ട് നോട്ട് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 റോൾ പ്ലേ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ബ്ലോക്ക് 2 യൂണിറ്റ് 3 എംപ്ലോയ്മെന്റ് ബേസ്ഡ് പ്രാക്ടീസും ചോദിച്ചിട്ടുണ്ട്, സ്കോപ്പ് ആൻഡ് സേഫ് ഗാർഡ്സ്. ബ്ലോക്ക് 3 യൂണിറ്റ് 4 ക്വാളിറ്റീസ് ഓഫ് എ സൂപ്പർവൈസർ ചോദിച്ചിട്ടുണ്ട്, ദാറ്റ് ഫോസ്റ്റർ ലേണിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ബ്ലോക്ക് 4 യൂണിറ്റ് 5 ഫീൽഡ് വർക്ക് ഇൻ ഡോണർ ഏജൻസീസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് റിപ്പോർട്ടിംഗ്സും. അതേപോലെ ബ്ലോക്ക് 4 യൂണിറ്റ് 4 ആഫ്റ്റർ കെയർ സർവീസസ് കറക്ഷണൽ സോഷ്യൽ വർക്കിലെ. അത് ബ്ലോക്ക് 2 യൂണിറ്റ് 4 ആക്റ്റീവ് ലിസണിംഗ് ചോദിച്ചിട്ടുണ്ട്, ക്ലയന്റ് ഇന്റർവ്യൂവിന്റെ. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 വരുമ്പോൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഫീൽഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കൺസൈസ് നോട്ട്. Then block 4 unit 1 field work with communities, typical micro task for trainees. Okay. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതാണ് നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ. സോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒരു പ്രോബിലിറ്റി പ്രഡിക്ഷൻസ് ഒക്കെ അനുസരിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ മാക്സിമം ഈ ഒരു ഗൈഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ലാസ്റ്റ് മിനിറ്റ് സ്പെൻഡ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാസ് മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഒന്നും ഒരു തരത്തിൽ ഒരു ക്ലാസ് പോലും കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും ദാറ്റ് യു വിൽ ബി ഏബിൾ ടു സ്കോർ മാർക്സ്. ഓക്കെ. സോ അത്രേ ഉള്ളൂ. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, ബെസ്റ്റ് വിഷസ്. ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.